നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചിമ ബംഗാളിൽ അധികാരത്തിൽ വന്ന BJPയുടെ വിജയം ചരിത്ര വിജയമായിരുന്നു. കാരണം പശ്ചിമ ബംഗാളിൽ ഇതാദ്യമായിട്ടാണ് BJP അധികാരത്തിൽ വരുന്നത്. സത്യത്തിൽ BJPയുടെ സ്ഥാപകനായ ശ്യാമപ്രസാദ് മുഖർജി, BJPയുടെ പൂർവ്വരൂപമായ ജനസംഘത്തിൻ്റെ സ്ഥാപകനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജന്മനാടാണ് പശ്ചിമ ബംഗാൾ. എന്നാൽ ആ ഭരണത്തിലുടനീളം മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായി വളർന്നു വരാനായിരുന്നു BJPയുടെ ആദ്യ ശ്രമം. അവിടെയുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും അതുപോലെ തന്നെ കോൺഗ്രസിനെയും നിലംപരിശാക്കിക്കൊണ്ട് BJP മുഖ്യ പ്രതിപക്ഷമായി ഉയർന്നു വന്നു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ബംഗാളിൽ 3 സീറ്റുകൾ മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ 2021 അത് 77ആയും 2026 അത് 207ആയും വർദ്ധിക്കുന്നു. ഇങ്ങനെ ഒരു ചരിത്ര വിജയമാണ് ബംഗാളിൽ BJP നേടിയത്. ഇതുവരെ പാർട്ടിക്ക് യാതൊരു സ്വാധീനവും ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനം പാർട്ടി ഇന്ന് കീഴടക്കിയിരിക്കുന്നു. ത്രിപുര പോലെയുള്ള സംസ്ഥാനങ്ങൾ അപ്രതീക്ഷിതമായിട്ടാണ് BJP കീഴടക്കിയത് എന്നോർക്കണം. ഒരു കാലത്തും വലിയ രാഷ്ട്രീയ സ്വാധീനമില്ലാതിരുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളൊന്നാകെ ഇപ്പോൾ BJPയുടെ കുത്തകയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. BJP പൊതുവെ ഉത്തരേന്ത്യൻ പാർട്ടി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോഴും ദില്ലി BJPയുടെ കൈയകലത്ത് നിന്നും ദീർഘകാലം മാറി നിന്നു. ഒടുവിൽ BJP ദില്ലിയും പിടിക്കുന്നു. കർണാടകയിൽ ഒരു കാലത്ത് ഭരണത്തിലുണ്ടായിരുന്നെങ്കിലും ദക്ഷിണേന്ത്യയിൽ ഇപ്പോഴും BJPക്ക് വലിയ സ്വാധീനമില്ലാത്ത സാഹചര്യമുണ്ട്. കർണാടകയിലും തെലങ്കാനയിലും കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ ഉണ്ടാക്കുന്ന രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ ഒരുപക്ഷെ ഭാവിയിൽ ദക്ഷിണേന്ത്യയിൽ പിടിമുറുക്കാൻ BJPയെ സഹായിക്കുമായിരിക്കും. പക്ഷേ ഉത്തരേന്ത്യൻ പാർട്ടി എന്ന് ദീർഘകാലം അറിയപ്പെട്ടിട്ടും BJPക്കും BJPയുടെ പ്രത്യയശാസ്ത്രത്തിനും ഒട്ടും വഴങ്ങിക്കൊടുക്കാത്ത ഒരു സംസ്ഥാനമുണ്ട്. അത് പഞ്ചാബാണ്. അതായത് പഞ്ചാബിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായിരുന്ന ശിരോമണി അകാലിദളുമായി സഖ്യമുണ്ടായിരുന്നപ്പോൾ മാത്രമാണ് BJPക്ക് അല്പമെങ്കിലും രാഷ്ട്രീയ സ്വാധീനം ആ സംസ്ഥാനത്തുണ്ടായിരുന്നത്. പക്ഷേ ഒറ്റയ്ക്ക് നിന്നപ്പോഴെല്ലാം 1, 2, 3 സീറ്റുകളിലേക്ക് BJP ഒതുങ്ങിപ്പോയ ഒരു സംസ്ഥാനമാണ് പഞ്ചാബ്. എന്നാൽ ആ പഞ്ചാബിൽ ബംഗാളിലെ വിജയം ആവർത്തിക്കാനുള്ള കരുക്കൾ നീക്കുകയാണ് ഇപ്പോൾ BJP. എവിടെ നിന്ന് കിട്ടി BJPക്ക് ഈ ആത്മവിശ്വാസം എന്ന് ചോദിച്ചാൽ പഞ്ചാബിൽ ഈ കുറഞ്ഞ കാലം കൊണ്ട് അവർ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊക്കെ നേടിയിട്ടുണ്ട്. അവർ ചില രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അവിടെ നടത്തി വരുന്നുണ്ട്. അതായത് പഞ്ചാബ് കോൺഗ്രസിൻ്റെയും ശിരോമണി അകാലിദളിൻ്റെയും ഉരുക്കുകോട്ടയായിരുന്നു. അവിടേക്ക് BJPക്ക് ഒരു സ്വാധീനവും ലഭിച്ചിരുന്നില്ല. അങ്ങനെയിരിക്കെയാണ് ആം ആദ്മി പാർട്ടി മറ്റ് 2 പാർട്ടികളെയും വശങ്ങളിലേക്ക് വകഞ്ഞു മാറ്റിക്കൊണ്ട് പുതിയ തരംഗമായി മാറിയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 117 അംഗങ്ങളുള്ള നിയമസഭയിൽ 94 സീറ്റിലും വിജയിച്ചത് ആം ആദ്മി പാർട്ടിയായിരുന്നു. അങ്ങനെ പഞ്ചാബിൽ പുതിയൊരു രാഷ്ട്രീയ താരോദയമുണ്ടായി. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസിനോ ശിരോമണി അകാലിദളിനോ ആം ആദ്മി പാർട്ടിക്കോ പഞ്ചാബിൽ അനുകൂലമല്ല എന്നുള്ളതാണ്. പഞ്ചാബിൽ ഭരണകക്ഷി ആം ആദ്മി പാർട്ടിയും പ്രധാന പ്രതിപക്ഷമായി BJPയും മാറിക്കഴിഞ്ഞു. അതായത് ഭരണപക്ഷത്തേക്കുള്ള ചുവടുകൾ വയ്ക്കാൻ BJP എല്ലാ തയ്യാറെടുപ്പുകളും പഞ്ചാബിൽ നടത്തിയിരിക്കുന്നു എന്നർത്ഥം. അതായത് ബംഗാളിൽ നേടിയ ആ മഹാവിജയം, ചരിത്ര വിജയം, ആ വിജയത്തിൻ്റെ ആവേശത്തിൽ പഞ്ചാബ് പിടിച്ചടക്കാൻ ഇറങ്ങി പുറപ്പെടുകയാണ് BJP. അതിന് നേതൃത്വം നൽകുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ അമിത് ഷാ തന്നെയാണ്. ഹരിയാനയുടെ മുഖ്യമന്ത്രി സൈനിയെയാണ് ഇപ്പോൾ പഞ്ചാബ് പിടിക്കാനായി BJP ചാർജ് നൽകി സംസ്ഥാനത്തേക്ക് അയച്ചിരിക്കുന്നത്. ഹരിയാന മുഖ്യമന്ത്രിക്ക് പഞ്ചാബിൽ വേരുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ അമ്മ പഞ്ചാബ് സ്വദേശിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള നേതാവാണ് അദ്ദേഹം. ആം ആദ്മി പാർട്ടിയിൽ ഇതിനോടകം തന്നെ വലിയ പിളർപ്പുണ്ടാക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ 10ൽ 6 MP-മാരും നേരത്തെ BJPയിലേക്ക് പോയത് നമ്മൾ കണ്ടതാണ്. MLA-മാരും നേരെ BJPയിലേക്ക് വരാൻ തയ്യാറെടുത്തിരിക്കുന്നുവെന്നാണ് സൂചന. അത് ഇപ്പോൾ ഒരു കൂറുമാറ്റം എന്ന നിലയിൽ വേണ്ട, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രാഷ്ട്രീയ അട്ടിമറിയായി നടപ്പിലാക്കാമെന്നാണ് BJP കരുതുന്നത്. അതുകൊണ്ടാണ് MLA-മാരുടെ കൂറുമാറ്റം ഇപ്പോഴുണ്ടാകാത്തത് എന്നാണ് സൂചന. അവിടെ BJPക്ക് ഇപ്പോഴും യാതൊരു രാഷ്ട്രീയ സ്വാധീനവുമില്ല. പക്ഷേ ആം ആദ്മി പാർട്ടിയെ പിളർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇറക്കിയുള്ള പ്രചരണം കൊണ്ട് പഞ്ചാബ് പിടിച്ചെടുക്കാമെന്ന് BJP ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ട്. കാരണം പഞ്ചാബിൽ ക്രമസമാധാന നില
ആകെ താറുമാറായിട്ടുണ്ട്. മാത്രമല്ല ചെറിയ ചെറിയ സ്ഫോടനങ്ങളും ഭീകര സംഘടനകളുടെ സാന്നിധ്യവും വിഘടനവാദ പ്രവർത്തനങ്ങളുമൊക്കെ പഞ്ചാബിൽ ആരംഭിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ പഞ്ചാബ് ഒട്ടും സുരക്ഷിതമല്ലാത്ത ഒരു സ്ഥലം, ലഹരി സംഘങ്ങളുടെ അല്ലെങ്കിൽ ലഹരി മാഫിയയുടെ സംസ്ഥാനം എന്നൊക്കെ നേരത്തെ അറിയപ്പെട്ടിരുന്ന സംസ്ഥാനമാണ്. ഈ ആം ആദ്മി പാർട്ടിയുടെ ഇത്രയും കാലത്തെ ഭരണം കൊണ്ട് പഞ്ചാബ് എന്ന സംസ്ഥാനം വികസനത്തിൽ ഏറെ പിന്നിൽ പോയി എന്ന് BJP വാദിക്കുന്നു. അതുകൊണ്ട് തന്നെ പഞ്ചാബിലെ ആം ആദ്മി പാർട്ടി MLA-മാർ ഒന്നടങ്കം വികസന രാഷ്ട്രീയത്തിലേക്ക് വരാൻ അങ്ങനെ കൊതിച്ചു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ BJP വലിയ രാഷ്ട്രീയ അട്ടിമറി നടത്താൻ ഒരുങ്ങുകയാണ് പഞ്ചാബിൽ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ബംഗാളിലെ തെരഞ്ഞെടുപ്പ് അവസാനിച്ചതിന് ശേഷം BJP നേതാക്കളുടെ മുഴുവൻ ശ്രദ്ധയും ഇപ്പോൾ പഞ്ചാബിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. 117 മണ്ഡലങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന 21,000-ഓളം ബൂത്തുകളിൽ BJPയുടെ സാന്നിധ്യം ഇപ്പോൾ അറിയിച്ചു കഴിഞ്ഞു. സംഘടന എണ്ണയിട്ട യന്ത്രം പോലെ പഞ്ചാബിൽ പ്രവർത്തിക്കുകയാണ്. കേന്ദ്ര നേതാക്കളെ രംഗത്തിറക്കുകയും ആം ആദ്മി പാർട്ടിയെ വലിയ പിളർപ്പുണ്ടാക്കുകയും ചെയ്താൽ പഞ്ചാബ് പിടിക്കാമെന്ന് BJP കണക്ക് കൂട്ടുന്നു. ആ കണക്ക് കൂട്ടലിൽ ഇപ്പോൾ പഞ്ചാബിൽ BJP രംഗത്തിറങ്ങുകയാണ്. 2027 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനമാണ് പഞ്ചാബ്. ആ സമയത്ത് മാത്രം പഞ്ചാബിലെ രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കാതെ ഇപ്പോൾ തന്നെ നിലമൊരുക്കാൻ ആരംഭിച്ചിരിക്കുന്നു BJP. നേതൃത്വം നൽകുന്നത് സാക്ഷാൽ അമിത് ഷാ തന്നെ.